നമസ്തേ, വെൽക്കം ടു ബിഗിനേഴ്സ് യോഗ റുട്ടീൻ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 7 ആസനാസ് ആണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയത്. ആദ്യത്തെ ആസനാണ് പദ്മാസൻ. കാല് രണ്ടും ഫോർവേഡ് സ്ട്രെച്ച് ചെയ്തിട്ട് ഓരോ കാലും നമ്മുടെ തൈൻ്റെ മുകളിലാണ് വെക്കുന്നത്. നമ്മുടെ മാക്സിമം കൈയിൻ്റെ എനർജി വെച്ചിട്ട് അതൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമ്മുടെ 2 തൈയും താഴെ നിലത്ത് തന്നെ ഉണ്ടാവണം. ഈ പദ്മാസനത്തിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാണ്. 1, 2, 3, change, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമ്മുടെ കൈ ഒന്ന് പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. പദ്മാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മേജർലി വർക്ക് ചെയ്യുന്ന മസിൽസ് ആണ് അബ്ഡോമിനൽ മസിൽസ്. കാരണം ഈ ഒരു പോസ്ചറിൽ ഇരിക്കുമ്പോൾ അധികം നമ്മുടെ കോർ മസിൽ ആക്ടിവേറ്റ് ആവുന്നത് തൈസിലും അബ്ഡോമിനലിലും ആണ്. സോ നല്ലൊരു കോർ സ്ട്രെങ്ത് കിട്ടാനായിട്ട് ഈ പദ്മാസൻ നല്ലതാണ്. സെക്കൻഡ് ആസനാണ് വജ്രാസൻ. വജ്രാസൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് പറ്റുന്ന ആസനാണ്. ഇത് ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ. നമ്മുടെ കാലിനെ വി ഷേപ്പ് ചെയ്തിട്ടാണ്, അതിലാണ് നമ്മുടെ ബട്ടക്സ് വെക്കുന്നത്. ഈ ഒരു പോസ്ചറിൽ നമുക്ക് കുറച്ച് സമയം ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale beautifully, exhale, inhale, exhale. അടുത്ത ആസനം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ബാലാസൻ, ചൈൽഡ്സ് പോസ്. വജ്രാസനത്തിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ പാംസ് ഫേസിങ് അപ്വേർഡ്സ് നമ്മൾ ബെൻഡ് ചെയ്യാണ്, ഫോർവേഡ് ബെൻഡ് ചെയ്യാണ്. എവിടം വരെ നിങ്ങളുടെ ഹെഡ് താഴെ ഫ്ലോറിൽ തട്ടാൻ പറ്റുമോ അവിടം വരെ ചെയ്താൽ മതി. മേക്ക് ഷുവർ ചെയ്യുക ഹിപ്സ് നമ്മുടെ കാലിൽ നിന്നിട്ട് അധികം മുമ്പോട്ട് ഫോർവേഡ് ബെൻഡ് ആവാൻ പാടില്ല. നമ്മുടെ അപ്പർ ടോർസോ മാത്രം ഫോർവേഡ് ബെൻഡ് ആവണം. ഇതൊന്ന് ഒബ്സർവ് ചെയ്യുക. സെക്കൻഡ് വേരിയേഷൻ ഇതിലുള്ളതാണ്. നമ്മുടെ ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൈയും ഫോർവേഡ് ബെൻഡ് ആവുന്നുണ്ട്. ഇതിൽ നമ്മുടെ അപ്പർ ബോഡിയും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ബാലാസനത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു 2 to 3 ബ്രെത്ത്സ് നോർമൽ ബ്രീതിങ് ചെയ്തിട്ടാണ് പിന്നെ നോർമൽ പൊസിഷനിലേക്ക് വരുന്നത്. നോർമൽ പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ അപ്പർ ബോഡി വെച്ചിട്ടാണ്, അപ്പർ ബോഡിയിലെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് ബാക്ക്വേർഡ് വരുന്നത്. സോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. Inhale, exhale, inhale, exhale. തല ആദ്യം മൂവ് ചെയ്തിട്ട് നമ്മുടെ അപ്പർ ബോഡിയിലെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമുക്ക് മേലോട്ട് വരേണ്ടത്. നോർമൽ ബ്രീതിങ് ചെയ്തിട്ട് വീണ്ടും ചെയ്യാം. പാംസ് ഫേസിങ് അപ്വേർഡ്സ്, മൂവ് ഫോർവേഡ്. തല എവിടം വരെയാണോ മിട്ടുന്നത് അവിടം വരെ വയ്ക്കുക. കൈ ഒന്ന് റിലാക്സ് ചെയ്ത് വയ്ക്കുക. ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale, exhale. തല ആദ്യം മൂവ് ചെയ്തിട്ട് നമ്മുടെ അപ്പർ ബോഡി വെച്ചിട്ട് വീണ്ടും നോർമൽ പൊസിഷനിലേക്ക് വരാം. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. പാംസ് ഫേസിങ് അപ്വേർഡ്സ്, ജെന്റ്ലി മൂവ് ഫോർവേഡ്, ബെൻഡ് യുവർ നെക്ക്. കൈ റിലാക്സ് ചെയ്യുക. ഇൻഹേൽ, exhale, inhale, exhale. Come back to the normal position. 1-2 ബ്രീത്ത് എടുത്തിട്ട് 1 more last time നമുക്ക് ബാലാസൻ ചെയ്യാം. Palms facing upwards, bend forward, forehead touching to the ground, hands relax. Inhale, exhale. Inhale, exhale. Breathe normally. Come back to the normal position.
അടുത്ത പോസ്ചറാണ് കാറ്റ് ആൻഡ് കൗ പോസ്ചർ. ഇതിൽ നമ്മൾ ടേബിൾ ടോപ്പ് പൊസിഷനിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇവിടെ നമ്മുടെ ഹിപ്സിൻ്റെ പാരലായിട്ട് വേണം മുട്ട് വെക്കാൻ വേണ്ടിയിട്ട്. രണ്ട് കാലും പാരലൽ ടു ഈച്ച് അതർ. നമ്മുടെ ഷോൾഡർ പാരലൽ ടു ദ പാം വേണം. ഇതാണ് നമ്മുടെ ടേബിൾ ടോപ്പ് പൊസിഷൻ. എക്സേൽ ചെയ്തിട്ട് വേണം നമ്മുടെ ചിൻ നമ്മുടെ ചെസ്റ്റിനോട്ട് അടുപ്പിക്കാൻ നോക്കണം. നമ്മുടെ സ്പൈൻ കർവ് അപ്പാവും. ഇവിടെ ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് കൗ പൊസിഷനിലേക്ക് പോവാം. നമുക്ക് സീലിംഗിലോട്ട് നോക്കാം. കാറ്റ് പൊസിഷൻ. എക്സേൽ. ഒരുമിച്ച് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. മാക്സിമം കർവ് ചെയ്യാം. ഇൻഹേൽ. നമ്മുടെ ഉപ്പുറ്റി കേൾ ആവുന്നത് നിങ്ങൾക്ക് കാണാം. കാറ്റ് പൊസിഷൻ. കൗ പൊസിഷൻ. ഇൻഹേൽ. മാക്സിമം നമ്മുടെ കണ്ണ് സീലിംഗിലോട്ടേക്ക് നോക്കാൻ ശ്രമിക്കണം. എക്സേൽ, ഇൻഹേൽ. കാറ്റ് പോസ്. Exhale, nice stretch. Cow position. Exhale, inhale. ഇത് 5 to 6 ടൈംസ് ബ്രെത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് വേണ്ടിയിട്ട് നല്ല എക്സസൈസ് ആണ് ഈ കാറ്റ് ആൻഡ് കൗ പോസ്ചർ. അതേപോലെ തന്നെ പീരിയഡ്സ് ക്രാമ്പ് വളരെയധികം വരുന്ന ആൾക്കാർക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റാവുന്ന ആസനാണിത്. പിന്നെ ലോവർ ബാക്ക് ലംബാർ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇത് നല്ല എക്സസൈസ് ആണ്. ബിഗിനേഴ്സിന് ഇത് ഈ എക്സസൈസ് ഒരു 10 ടൈംസ് ചെയ്യാം. ആൻഡ് ഈ റിതമാണ് ഇമ്പോർട്ടൻറ്റ്. യോഗ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് റിതം വിത്ത് ദ ബോഡി. അതുകൊണ്ട് ഏതൊരു പോസ്ചർ ചെയ്യുമ്പോൾ ഇൻഹേൽ ആൻഡ് എക്സേൽ ആ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യണം. അടുത്ത പോസ്ചറാണ് സ്റ്റൊമക്ക് വാക്യൂം. കൈ ജോയിൻ ചെയ്തിട്ട് ഇൻഹേൽ ചെയ്തിട്ട് സീലിംഗിലോട്ടേക്ക് നോക്കണം. എക്സേൽ ചെയ്തിട്ട് കൈ ക്ലെൻച്ച് ചെയ്യണം. ഒന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടോളൂ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇൻഹേൽ, നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ, വയറ്റിലുള്ള കംപ്ലീറ്റ് എയർ പുറത്തേക്ക് കളഞ്ഞിട്ട് ക്ലെൻച്ച് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. വയറ്റിലുള്ള എയർ മുഴുവനും പുറത്തേക്ക് പുഷ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഇൻഹേൽ, എക്സേൽ. കൈ ആരെങ്കിലും നമ്മുടെ മുന്നോട്ട് പുഷ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗിലോട്ടേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യണം. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. ഈ സ്റ്റൊമക്ക് വാക്യൂം ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ക്ലെൻസിങ് പ്രോസസ്സാണ് സ്റ്റൊമക്ക് വാക്യൂം എന്ന് പറയുന്നത്. സ്റ്റൊമക്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റി ടിഷ്യൂസ് എല്ലാം നന്നായിട്ട് പോവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഈ സ്റ്റൊമക്ക് വാക്യൂം. ഇതിന് കുറേ ലെവലായിട്ടാണ്. ഇത് ബിഗിനേഴ്സ് ലെവലാണ് സ്റ്റൊമക്ക് വാക്യൂം. സാധാരണ 2-3 ബ്രെത്ത് എടുത്തിട്ട് നമുക്ക് അടുത്ത പോസ്ചറിലേക്ക് പോവാം. അടുത്ത ആസനാണ് പർവതാസൻ. കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇൻഹേൽ ചെയ്തിട്ട് നമസ്തേ പൊസിഷനിൽ മുകളിലോട്ട് ഹോൾഡ് ചെയ്യുക. എക്സേൽ ചെയ്തിട്ട് കൈ താഴേക്ക് കൊണ്ടുവരാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇൻഹേൽ, നമസ്തേ പൊസിഷനിൽ കൈ മുകളിൽ. ചെവിയുടെ അടുത്ത് തന്നെ കൈ വേണം. എക്സേൽ ചെയ്തിട്ട് കൈ താഴെ കൊണ്ടുവരാം. ഇൻഹേൽ, ബ്രെത്ത് ഒന്ന് ഹോൾഡ് ചെയ്യണം. മുകളിൽ കൈ വരുമ്പോൾ എക്സേൽ, താഴേക്ക് കൊണ്ടുവരാം. പർവതാസൻ പേര് പോലെ തന്നെ മൗണ്ടൻ പോസ് ആണ്. നമ്മൾ അപ്പർ ബോഡി മാത്രമാണ് ഇതിൽ മൂവ് ചെയ്യുന്നത്. താഴെ മൗണ്ടനെ പോലെ ബേസ് നല്ല സ്റ്റേബിളും ഫിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. എക്സേൽ, കൈ താഴേക്ക് കൊണ്ടുവരാം പതുക്കെ. ഇൻഹേൽ, 1 2, ഹോൾഡ് യുവർ ബ്രെത്ത്. എക്സേൽ, 1 2. പർവതാസന്റെ രണ്ടാമത്തെ വേരിയേഷൻ ആണ്. ഇതിന്റെ ബ്രീതിങ് പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക.
ഇൻഹേൽ ചെയ്തിട്ട് സൈഡ് ട്വിസ്റ്റ്, എക്സേൽ സെൻറ്റർ. ഇൻഹേൽ സൈഡ് ട്വിസ്റ്റ്, എക്സേൽ സെൻറ്റർ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമസ്തേ പൊസിഷൻ, കൈ മുകളിലോട്ട് വെച്ചിട്ട് നമ്മുടെ ശ്വാസം ഇൻഹേൽ ചെയ്യുക, എക്സേൽ സെൻറ്റർ. ഇൻഹേൽ, എക്സേൽ സെൻറ്റർ. നോർമൽ ബ്രീതിങ് ചെയ്തിട്ട് നമ്മൾ കൈ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഇൻഹേൽ, എക്സേൽ സെൻറ്റർ. ഇൻഹേൽ, എക്സേൽ സെൻറ്റർ. ഈ ഒരു പോസ്ചറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എബ്ഡോമിനൽ ഏരിയയും പെൽവിക് മസിലിനും വളരെയധികം സ്ട്രെങ്ത് കൂട്ടാൻ നല്ലതാണ്. പ്രത്യേകിച്ചിട്ട് പ്രോലാപ്സ് ഓഫ് യൂട്രസ് അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ഓഫ് യൂട്രസിനെ കുറേ അധികം തടയാൻ ശ്രമിക്കുന്ന ഒരു ആസനമാണ്. കാരണം നമ്മുടെ യൂട്രസ് ഏരിയനെ വളരെയായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പോസ്ചറാണിത്. ഫീമെയിൽസിന് ചെയ്യാൻ നല്ലൊരു ആസനമാണിത്. നമ്മുടെ അടുത്ത പോസ്ചറാണ് മണ്ഡൂകാസൻ അല്ലെങ്കിൽ ഫ്രോഗ് പോസ് എന്ന് പറയും. വജ്രാസനത്തിൽ ഇരുന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ഫിസ്റ്റ് ആക്കാണ് ചെയ്യുന്നത്. നമ്മുടെ നേവൽ ഏരിയയിൽ വെച്ചിട്ട് എക്സേൽ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് നെറ്റി മുട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. എവിടെയാണോ നിങ്ങളുടെ തല വരുന്നത് അവിടെ വരെ നിങ്ങൾ വെക്കുക. കുറച്ചധികം പ്രഷർ ഈ ഫിസ്റ്റിൽ കൊടുത്തിട്ട് ഇൻഹേൽ ചെയ്തിട്ട് മുകളിലേക്ക് വരാം. നമുക്കിനി ഒരുമിച്ച് ചെയ്യാം. കൈ ഫിസ്റ്റ് ആക്കിയിട്ട് തമ്പുള്ളിൽ നീവൽ ഏരിയയിൽ പ്രഷർ കൊടുത്തിട്ട് എക്സേൽ ചെയ്തിട്ട് താഴെ പോവാം. അവിടെ നോർമൽ ബ്രീതിങ് 2-3 പ്രാവശ്യം നോർമലായിട്ട് ബ്രീത് ചെയ്യാം. കൈ റിലാക്സ് ആക്കാം. റിലാക്സ് ആയിട്ട് അവിടെ ബ്രീതിങ് ചെയ്യാം. ഈ കയ്യിൽ ഫിസ്റ്റിൽ പ്രഷർ കൊടുക്കാം. ഇൻഹേൽ ചെയ്തിട്ട് മുകളിലേക്ക് വരാം. വീണ്ടും ചെയ്യാം. ഒന്നുകൂടി ശ്രദ്ധിച്ച് കണ്ടോളൂ. ഫിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൈ നേവൽ ഏരിയയിൽ വെക്കുകയാണ്. ആ പ്രഷർ കൊടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരാം. തല എവിടം വരെയാണോ മുട്ടുന്നത് അവിടം വരെ കൊണ്ടുവരാം. കൈ റിലാക്സ് ചെയ്യാം. നോർമലായിട്ട് ബ്രീതിങ് ചെയ്യാം. 2-3 ബ്രീത് നോർമലായിട്ട് ചെയ്യാം. കം ബാക്ക് ടു ദ നോർമൽ പൊസിഷൻ. ഇൻഹേലിംഗ്. മണ്ഡൂകാസൻ അല്ലെങ്കിൽ ഫ്രോഗ് പോസിൻ്റെ 2 മേജർ ബെനിഫിറ്റ് ആണുള്ളത്. ഈ നമ്മുടെ കയ്യിലെ ഫിസ്റ്റ് പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കിഡ്നിയും ലിവറും നന്നായിട്ട് മസാജ് ആവുന്നുണ്ട്. ആ ഓർഗൻസ് ഒന്നും പലപ്പോഴും നമ്മുടെ ഫിസിക്കലായിട്ട് തൊടാൻ പറ്റാത്ത ഏരിയ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാണ്. നോർമൽ ഫങ്ഷനിങ്ങിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഡയബറ്റീസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലൊരു പോസ്ചറാണിത്. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആസ്തമ ബിഗിനിങ് സ്റ്റേജിലുള്ള ആൾക്കാർക്ക് ഈ പോസ്ചർ നല്ലതാണ്. ഇതിൻ്റെ റിതമിക് പാറ്റേൺ അനുസരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യുമ്പോൾ ഒരിടത്തും ഹോൾഡ്, നമ്മൾ ബ്രെത്തിനെ ഹോൾഡ് ചെയ്യുന്നില്ല. നോർമലായിട്ടാണ് ബ്രീതിങ് ചെയ്യുന്നത്. ഫൈനലി നമ്മുടെ 10 minutes ഓഫ് യോഗ റൂട്ടീൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 3 പ്രാവശ്യം ഓംകാർ ചെയ്തിട്ട് നമ്മൾ ഈ സെഷൻ എൻഡ് ചെയ്യാണ്. കൈ രണ്ടും നെഞ്ചിലോട്ട് ജോയിൻ ചെയ്തിട്ട് ഇൻഹേൽ, ഓം, ഇൻഹേൽ, ഓം, ഇൻഹേൽ, പാംസിനെ ജോയിൻ ചെയ്തൊന്ന് റബ്ബ് ചെയ്യുക. ആ വോംത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് കയ്യിലെ കപ്പിൽ തന്നെ കണ്ണ് തുറക്കുക. Have a beautiful day ahead. Thank you so much for doing yoga with me.